ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മധുര പലഹാരം ഏതാണ് എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. കുട്ടിക്ക് മധുര പലഹാരം എല്ലാം ഇഷ്ടമായിരിക്കും. ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോഴാണ് അതിൽ സെലക്ഷൻ വരുന്നത്. എൻ്റെ കുട്ടിക്കാലം മുതൽ, എൻ്റെ വായന തുടങ്ങിയ കാലം മുതൽ ഈ പറഞ്ഞ കവികളെല്ലാം അവരുടെ ഓരോ ഫീച്ചേഴ്സിൽ എനിക്കിഷ്ടമാണ്. അക്കിത്തത്തിൻ്റെ തുളസി എന്ന കവിതയൊക്കെ വായിച്ച് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. പൂച്ചെടിയെന്നു വിളിപ്പൂ ലോകം പൂരിത സമ്മതമെന്നെ, നേരാണരിയ കിനാവിൻ തീപ്പൊരി നീറാറുണ്ടെൻ ചുണ്ടിൽ, അവയിൽ പക്ഷേ പറയത്തക്കോരാകർഷകതയുമില്ല, അഴകെന്നുള്ളതൊരണുവിനുമില്ലൊരു വഴിപാടെന്നേ തോന്നൂ, എങ്കിലും എന്നിലിരിപ്പൂ രൂക്ഷം മംഗള പരിമള ഭാരം, രുചകളിൽ നിന്നീ ധരണിയമീളും രുചിരമൊരൗഷധസാരം, ആളുകൾ അതുകൊണ്ടാവാം തുളസിപ്പൂവെന്നിലയ വിളിപ്പൂ, കണ്ടറിയുന്നു കുശാഗ്ര മനസ്സുകൾ കല്ലിനകത്തെ സ്വർണം, കണ്ണിനു ലഹരി പിടിക്കും കാഞ്ചനവർണ്ണത്തോടെ. ഈ കവിത ഇപ്പോഴും 2009 വായിച്ച കവിത എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അത് ഈ കണ്ടറിയുന്നു കുശാഗ്ര മനസ്സുകൾ കല്ലിനകത്തെ സ്വർണം, കണ്ണിൽ ലഹരി പിടിക്കും കാഞ്ചനവർണ്ണത്തോടെ എന്നുള്ളത് എവിടെ നിന്ന് എടുത്തു എന്ന് എനിക്ക് മനസ്സിലായത് വീണ്ടും 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഭഗവത്ഗീത വായിക്കുമ്പോൾ സമലോഷ്ടാശ്മ കാഞ്ചന എന്നാണ്. ശ്രീകൃഷ്ണൻ അർജുനോട് പറയാണ്, സ്ഥിതപ്രജ്ഞൻ കല്ല് കണ്ടാലും സ്വർണം കണ്ടാലും ഒരുപോലെ നോക്കണം. അതിൽ നിന്നാണ് ഈ ബിംബം കിട്ടുന്നത്. കല്ലിലും പൊന്നിലും ഒരേ മുഖം കണ്ടവനെന്ന് ഗാന്ധിജിയെക്കുറിച്ച് മധുസൂദനൻ നായർ ഗാന്ധി എന്ന കവിതയിൽ എഴുതുന്നതും ഇതേ സാധനം വായിച്ചിട്ടാണ്, ഈ ദർശനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ പലതുകൊണ്ടും, ഇപ്പോൾ ഇടശ്ശേരി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവികളിലൊന്നും ഒരാൾ ഇടശ്ശേരി. കാണാൻ കഴിയാത്തതിലുള്ള സങ്കടം അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഇടശ്ശേരി. ഇടശ്ശേരിയുടെയൊക്കെ ചില പ്രയോഗത്തിന് ഇടശ്ശേരിയുടെയൊക്കെ ഒരു വാക്കിന് വിലയാവില്ലല്ലോ നമ്മളൊക്കെ ഇത്രയും കാലം വായിച്ചു കൂട്ടിയത് എഴുതി കൂട്ടിയത് നമ്മൾ ആലോചിക്കും. ഇടശ്ശേരിയുടെ ഒരു വാക്കിന് ആണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ചില പ്രയോഗങ്ങളൊക്കെ ഇടശ്ശേരി നടത്തിയ ചില, ഇപ്പോൾ ഈ 50 കൊല്ലം കഴിഞ്ഞിട്ടും ഈ സംഭവത്തിനതേ ഭേദമുള്ളൂ, ചേച്ചിക്ക് ഒരെള്ളിൻപൂ ഒത്ത മൂക്കിൽ തൂങ്ങിന പൊഞ്ഞാത്തുണ്ടായിരുന്നു, പോസിറ്റീവാണ്. അനുജൻ്റെ ആനനം പൗഡർ പൂശി മിന്നിത്തിളങ്ങിയിരുന്നും ഇല്ല, നെഗറ്റീവാണ്. ഒരു കവിയും മലയാളത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. പോസിറ്റീവും നെഗറ്റീവും ചേർത്ത് ബൾബ് കത്തിച്ച കവിതയിലെ ഇലക്ട്രീഷ്യനാണ് ഇടശ്ശേരി. നമ്മൾ ഞെട്ടിപ്പോകും വായിക്കുമ്പോൾ. ബുദ്ധൻ എന്നുള്ളത് അഹിംസയുടെ രൂപമാണ്, നരി ക്രൗര്യതയുടെ രൂപമാണ്. അഹിംസയെ ക്രൗര്യതയുടെ തലയിലേക്ക് മറച്ചിട്ട് കൊല്ലുന്ന രീതി ഇടശ്ശേരി മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബുദ്ധനും ഞാനും നരിയും എന്ന് പറയുന്ന കവിതയിൽ ഈ ഒരു സ്കില്ലൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നെ. ഹനുമൽ സേവ തുഞ്ചമ്പറമ്പിൽ എന്ന് പറയുന്ന കവിത വായിച്ച് അമ്പരന്ന് പോയിട്ടുണ്ട്. സാധാരണ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ കുരങ്ങൻ എന്ന് പറഞ്ഞാൽ കല്ലെറിയുമ്പോൾ ഓടിപ്പോകുന്ന കുരങ്ങനാണ്. ഇടശ്ശേരിയുടെ കുരങ്ങൻ അങ്ങനെയല്ല, ഇടശ്ശേരിയുടെ ഹനുമാൻ അങ്ങനെയല്ല. ആ രാവണൻ്റെ അസ്ത്രം മുമ്പോട്ട് ഏൽക്കുന്നവരും മുമ്പോട്ട് പോകുന്നതാണ്. അത് ഇടശ്ശേരിയുടെ തിരുനാവായിലെ ചാവേറുകളുടെ സംസ്കാരമാണെന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. ദേശ സംസ്കാരം എങ്ങനെ ഒരു കവിയെ രൂപപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ ONV സാറ് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഇതൊക്കെ നമുക്കറിയാമെന്നുള്ള വാക്കാണല്ലോ, നമ്മളെന്താ ഇങ്ങനെ ആലോചിക്കാത്തെന്ന് വിചാരിക്കും അല്ലേ. ഉച്ചവെയിലിൻ തിളച്ച കഞ്ഞി പച്ചിലച്ചാർത്തിൽ പകർന്നതാരെ എന്നാണ്. കാരണം കഞ്ഞിക്കലവും തലയിലേറ്റി കയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ടാണ് ഒരുത്തി പോകുന്നത്. അവളെ പറ്റി പറയുമ്പോൾ പ്രകൃതിയിൽ നിന്നൊരു മെറ്റഫർ എടുക്കുമ്പോഴും അത് ഉച്ചവെയിലിൻ്റെ തിളച്ച കഞ്ഞിയായിട്ട് വേണം പറയാൻ എന്നുള്ളൊരു ഈ വൈലോപ്പിള്ളി ആ കാര്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കവിയാണ്. കണ്ണീർപ്പാടത്തിൽ ആകാശത്തിനെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് പാടമായിട്ടാണ് തോന്നുന്നത്. കാർത്തിരക്കേറും വാനം പല പോത്തിനെ ചേർത്തു പൂട്ടിന ചെളിപ്പാടം പോലെയുണ്ട് ഉഷച്ചോപ്പിൽ എന്നാണ്. അതിൽ നിന്ന് കവിതയിൽ ഒരുപാട് പാഠങ്ങൾ വരെ എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ നമ്മുടെ സുഗതകുമാർ ടീച്ചർ ഈ അഭിസാരിക എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. പാല പൂത്തുമതിക്കുന്ന രാവിൽ പാരിജാതം മണക്കുന്ന രാവിൽ ചേർത്തടച്ചൊരീ വാതിൽക്കൽ നിന്നെൻ കാൽച്ചിലമ്പുകൾ ഊരിമാറ്റുന്നേൻ. അടുത്ത വരിയുണ്ട് രസം. പെയ്തടങ്ങും ചിരി പോലെ എൻ്റെ കൈവളകൾ അഴിച്ചു വയ്ക്കുന്നേൻ,
ഈ കൈവള ഇങ്ങനെ തരിവള ഊരുമ്പോൾ അത് നേർത്ത ആ ശബ്ദം വരും. അതാണ് ചിരി അടക്കുന്നത് പോലെ തരും. അതുപോലെ ടീച്ചറിൻ്റെ വേറൊരു പ്രയോഗമുണ്ട്. ശ്രീകൃഷ്ണനെ കണ്ടോ എന്ന് അമ്മ അന്വേഷിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒരു വരി, അറിയില്ല ഞങ്ങൾ എന്ന അമ്പാടി പിള്ളേർ ചിരി അടക്കിക്കൊണ്ട് മാറുന്നു. എന്തൊരു സുന്ദരമായ വരിയാണ്. അവർക്ക് അറിയാം എന്ന് പറയുന്നതിന് പകരം അവർക്ക് അറിയില്ല എന്ന് പുറമേ പറയുന്നെങ്കിലും അവർക്ക് ഉള്ളിൽ അറിയാം എവിടെയാണെന്ന്. അതാണ് ചിരി അടക്കിക്കൊണ്ട് മാറുന്നു എന്ന ഒറ്റ പ്രയോഗം കൊണ്ട്. അതൊക്കെ ഒരു വലിയ അത്ഭുതമാണ് അവരുടെയൊക്കെ കവിതകളിൽ. അതിന് വിഷ്ണുനാരായണൻ നമ്പൂതിരി, മലയാള കവിതയിലെ സാത്വിക പ്രസാദമാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. ആ വിഷ്ണുനാരായണൻ നമ്പൂതിരി എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ എന്ന്. ഈശ്വരനെ പൂജിച്ചിരുന്ന ആളാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. മേൽശാന്തിയായിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഉള്ളിലാണ് ശരിയായ അറിവാണ് ഏറ്റവും വലിയ ഈശ്വരൻ, അതിനെ അറിയണം എന്ന് കവിതയിലൂടെ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് പറഞ്ഞിട്ടുണ്ട്. വിനയേന്ദ്ര സാറ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വില ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. സത്യം പറഞ്ഞാൽ കേരളീയ ഭക്ഷണ സംസ്കാരം, രുചി സംസ്കാരത്തിനെ കുറിച്ച് സംസാരിക്കാൻ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം ഒരു VKN ഉണ്ടായിരുന്നു. VKN ശേഷം വിനയേന്ദ്ര സാറേ ഉള്ളൂ. ഇപ്പോഴത്തെ കവികളിലും അധികം പേർക്ക് അത് അറിയില്ല. വിനയേന്ദ്ര സാറിനറിയാം ഏത് ഇലയാണ് സദ്യക്കിടേണ്ടത്. സാറ് പറയും, പാളയംകോടൻ ഇലയാണ് സദ്യക്കിടേണ്ടത്, പാളയംകോടൻ ഒരുപാട് ഗുണമുണ്ട് എന്ന് പറഞ്ഞിട്ട് സാറിങ്ങനെ ആ ഇല വിരിക്കുന്നത് ഇങ്ങനെ കാണിച്ചു തരും. എന്നിട്ട് അദ്ദേഹം പറയും, ഏത് കറിയാണ് ആദ്യം കഴിക്കേണ്ടത്? നല്ല രുചിയുണ്ടെങ്കിൽ നല്ല അഭിരുചി ഉണ്ടാവും എന്ന് പറയും. എന്ന് ഞങ്ങൾ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല രുചിയുണ്ടെങ്കിലേ നല്ല അഭിരുചി ഉണ്ടാവും എന്ന് പറയും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കവിതയിലെ ക്രാഫ്റ്റിനെ കുറിച്ച് ഓർത്ത് നമ്മൾ അമ്പരന്ന് പോയിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. കാടൊക്കെ വായിക്കുമ്പോൾ ഇല്ലെന്നാണ്, ആകാശ നക്ഷത്ര പീഠത്തിൽ ലീലാരസ ധ്യാന ലോലയായി വീണ വായിക്കും പ്രപഞ്ചമാതാവിൻ്റെ പാദസരങ്ങളിൽ ഒന്നിൻ്റെ ചിഞ്ചിലം കാട്. പാദസരമാണ് കാടെന്നല്ല, പാദസരങ്ങളുടെ ചിഞ്ചിലമാണ് കാടെന്നല്ല, പാദസരങ്ങളിൽ ഒന്നിൻ്റെ ചിഞ്ചിലം കാട്. അവൾ ഒന്നിളകി ഇളവേൽക്കെ കാലം ഉന്മേഷ നിമേഷണം കൊള്ളുന്നു. വ്യാഖ്യാനിച്ച തീരാത്ത തരത്തിലുള്ള അർത്ഥഗർഭമാണ് ആ വരികൾ. ആണ് പേരുകൾ സൂര്യൻ്റെ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടും, അതുപോലെ പേരുകൾ ചന്ദ്രൻ്റെ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സൂര്യൻ്റെ വരവിനെക്കുറിച്ച് പച്ചക്കുതിരകൾ 7 വലിക്കുന്ന തേരിലായി നേരിലായി എന്ന് പറഞ്ഞിട്ടൊക്കെ ആ വരവ് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. നിശ്ചയമായും അതുപോലെ കടമ്മനിട്ട, എനിക്ക് തോന്നുന്നു പടയണി താളത്തിൽ ഏറ്റവും കൂടുതൽ കവിത എഴുതിയ ആൾ കടമ്മനിട്ട അല്ല, വിനയേന്ദ്ര സാറാണ്. വിനയേന്ദ്ര സാറ് കടമ്മനിട്ടയുടെ വീട്ടിൽ പോയി കടമ്മനിട്ടയുടെ അച്ഛനുമായിട്ട് വളരെ സൗഹൃദം കൂടി അദ്ദേഹത്തിൻ്റെ നിന്നുള്ള പാട്ടുകളെല്ലാം സ്വീകരിച്ച് ആ താളങ്ങളെല്ലാം കേട്ട് പഠിച്ച് തിരിച്ചു വന്ന് അടുത്ത കവിതയിൽ ആ താളങ്ങളൊക്കെ ഉപയോഗിച്ച് കടമ്മനിട്ടയേക്കാൾ അപ്പുറം അതിനെ പെർഫോം ചെയ്യാനുള്ളൊരു അവസരം കൂടി വിനയേന്ദ്ര സാറിനുണ്ടായിരുന്നു. കടമ്മനിട്ട വളരെ കുറച്ച് കവിതകളാണ് 12-14 കവിതയെ പടയണി താളത്തിൽ എഴുതിയിട്ടുള്ളൂ. വിനയേന്ദ്ര സാറിന് 30-ലധികം കവിതകൾ ആ താളത്തിലുണ്ട്. അദ്ദേഹം അങ്ങനെ എഴുതിയതാണ്. വിനയേന്ദ്ര സാറിന് കടമ്മനിട്ടയായിട്ടുള്ള അഗാധം ആയിട്ടുള്ള ബന്ധം അത് ഒരുപക്ഷെ താങ്കൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. കൊച്ചാട്ടനാണ് അവരുടെയൊക്കെ. അപ്പോൾ കൊച്ചേട്ടൻ്റെ വീട്ടിൽ പോയി താമസിക്കുക, അവിടെ നിൽക്കുക, അതിൽ നിന്ന് സ്വീകരിക്കാവുന്ന എല്ലാം സ്വീകരിക്കുക. അവിടെ നിന്ന് കടമ്മനിട്ട പിന്നെ എന്താണ് കൊടുക്കാനും മതിപ്പാനും കൊടുപ്പാനും തന്നെ ഞാൻ ഇന്ന് ഒന്നുകൊണ്ടും മതിയാകയില്ലെന്നായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രാമപുരത്തുകാരുടെ ശ്രീകൃഷ്ണൻ്റെ അവസ്ഥയാണ് കടമ്മനിട്ട. ആ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടുകൂടി കൊടുത്തു. കടമ്മനിട്ടയുടെ കവിതയും നമ്മളെ എന്നെ പഠിപ്പിച്ചൊരു പാഠം, സമൂഹത്തിൻ്റെ സങ്കടങ്ങളെ എഴുതാത്തവൻ കവിയല്ല. അതിന് എത്ര മഹാപണ്ഡിതനാണെന്ന് പറഞ്ഞാലും ശരി. കണ്ണൂർ കോട്ട പോലുള്ള കവിതകൾ വായിക്കുമ്പോൾ, ആ പശുക്കുട്ടിയുടെ മരണമൊക്കെ വായിക്കുമ്പോൾ, കുറത്തി വായിക്കുമ്പോൾ, കാട്ടാളൻ വായിക്കുമ്പോൾ, കിരാതവൃത്തം വായിക്കുമ്പോൾ ഞെട്ടിപ്പോകും നമ്മൾ. കാരണം ഈ മനുഷ്യൻ ഇത്രത്തോളം ഗംഭീരമായി സമൂഹത്തിന് അഡ്രസ്സ് ചെയ്തത് എങ്ങനെയെന്നുള്ളത്. പൂ പൂത്തപ്പോൾ എനിക്ക് ലഭിച്ചത് പൊഴിയും പോളകൾ മാത്രം, കാഴ്ചപ്പോൾ എനിക്ക് ലഭിച്ചത് തൊണ്ടും തൊലിയും മാത്രം. ഏത് കാലത്തും പ്രസക്തമാണത്. ഇവിടെ ഉളപ്പോണ്ടിയുടെ ഭഗവധം കൂടെ ചേർത്ത് വയ്ക്കണം. ഇവിടെ ഉരുട്ടി കഴിക്കുന്നു കൊണ്ടുവന്നവൻ തന്നെ. കൈ നീട്ടുമ്പോൾ ഗത കൊണ്ടടി കയ്യിൽ. ഭീമൻ അടിക്കുകയാണ് ഭഗനെ. ആ ഭഗത്വം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒടുങ്ങാത്ത ജീവിത വിശപ്പാണ്, ജീവിതത്തിനോടുള്ള വിശപ്പാണ്. അങ്ങനെ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്നിടത്തെല്ലാം
ഇതാണ് കേൾക്കുന്നു ചോറും കറിയും വരുന്നതിൻ ചെത്തം, ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് കൊതിയൂറി നിൽക്കുമ്പോൾ ഈ ഉരുട്ടി കഴിക്കുകയാണ്. ഇത് കൊടുക്കാൻ കൊണ്ടുവന്നവൻ തന്നെ തിന്നുക. അതിൻ്റെ കഥയിലെ സെൻസ് വേറെ ആയിരിക്കാം, പക്ഷേ ഒളപ്പമണ്ണ അവതരിപ്പിക്കുന്ന സെൻസ് ഏത് കാലഘട്ടത്തിലും പ്രസക്തമായ ആന്തരിക രാഷ്ട്രീയമാണ് ആ കവിതയെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന കവിതകൾ വായിച്ച് കഴിയുമ്പോഴാണ് വേറൊന്നും എഴുതാൻ തോന്നാത്തത്. കാരണം പറയാവുന്നതിൻ്റെ അപ്പുറം നമ്മുടെ പൂർവ്വസൂരികൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തുടർച്ചയാണ്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ പറയും ഇതൊക്കെ മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. അതിന് മറുപടിയും ഞാൻ ഇടശ്ശേരിയിലേക്ക് പോവുകയാണ്. ഇടശ്ശേരിയുടെ നാലിതൾ പൂവ് എന്ന് പറഞ്ഞൊരു കവിതയിൽ സ്കൂളിലൊരു പയ്യൻ ഒരു പൂവ് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ കൂട്ടുകാർ ഇത് എവിടെ നിന്നാ? എനിക്കത് എവിടെ നിന്ന് കിട്ടിയത്. മറ്റേ തോട്ടക്കാരൻ നട്ട് വളർത്തേനെ നീ പറിച്ചുകൊണ്ടുവന്ന് ഇവിടെ കാണിക്കുന്നു, ഇത്രയല്ലേ ഉള്ളൂ, നിൻ്റെതല്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഈ പയ്യൻ പറയുന്നൊരു മറുപടിയുണ്ട്. അതാണ് ആ കവിയുടെ മാനിഫെസ്റ്റോ. അതാണ് ഇവിടെ എല്ലാ പൂക്കളും ഇങ്ങനെ തന്നെ ഉണ്ടായത്. ആദ്യം ഒരു തോട്ടക്കാരെ എവിടുന്ന് ഒരു കമ്പ് കൊണ്ടുവന്ന് നട്ടു. വാൽമീകിയാണ്. കമ്പ് കൊണ്ടുവന്ന് നട്ടു. ആദ്യം നിന്ന് ഒടിച്ച് കുത്തി തന്നെ എല്ലാവരും അവരവരെ പൂന്തോട്ടം ഉണ്ടാക്കി. അതുപോലെ ഞാനും ഒരു പൂന്തോട്ടം ഉണ്ടാക്കും, ഞാൻ ഒരു കമ്പ് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുക. ഒരു കാവ്യ സംസ്കാരത്തെ മുഴുവനും ഒരു 4 വരിയിൽ ഒതുക്കിയ ആളാണ് ഇടശ്ശേരി. പ്രഭാവർമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ അവരെല്ലാം പറയുകയാണ്. പ്രഭാവർമ്മ എന്നെ സ്വാധീനിച്ചത് പ്രധാനമായും 4 വരിയിലാണ്. എൻ്റെ കയ്യിലെ ഓടത്തിൽ എണ്ണ നിന്ന് തുളുമ്പവേ, എണ്ണ വറ്റിക്കെടാൻ പാടില്ല ഒരു കൈത്തിരി നാളവും. ഒരു കവിക്ക് ശേഷം വന്ന തലമുറയോട് ഇതിനേക്കാൾ സുന്ദരമായി തൻ്റെ കാവ്യദർശനം പറയാൻ പറ്റും. എൻ്റെ കയ്യിൽ എണ്ണ നിന്ന് തുളുമ്പയാണ്. എനിക്ക് നിന്നേക്കാൾ പ്രായമുണ്ട്, അനുഭവജ്ഞാനമുണ്ട്, പക്വതയുണ്ട്, കാവ്യബോധമുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഞാനുള്ളപ്പോൾ നീ തിരി കെട്ടുപോകാൻ പാകത്തിന് എണ്ണ ഇല്ലാതെ ഇവിടെ കിടന്ന് അലയരുത്, ഞാൻ തരും എൻ്റെ എന്ന്. അതാണ് ഏറ്റവും വലിയ മനസ്സ്. ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങേ തലകൾ ചുള്ളിക്കാടിനെ പോലെ പദങ്ങളെ അപാരമായി കോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കവി. നമ്മൾ ഒരിക്കൽ ഞാൻ എൻ്റെ ആദ്യത്തെ സമാഹാരത്തിൻ്റെ അവതാരി എഴുതിക്കാൻ പി കെ രാജശേഖര സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഞാനും കവിത എഴുതാനൊക്കെ ആലോചിച്ചിരുന്ന ആളാണ്, പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ മാതൃഭൂമിയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നൊരാളിൻ്റെ കവിത വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ എഴുതേണ്ടതിനേക്കാൾ ഭംഗിയായി വേറെ ആളുകൾ എഴുതുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിത് പറ്റുകയില്ല, അതുകൊണ്ട് ഞാനത് മതിയാക്കി എന്ന് പറഞ്ഞിട്ട് മതിയാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വിമർശിക്കുകയും അതുപോലെ തന്നെ നല്ല പ്രയോഗങ്ങൾ കണ്ടാൽ നല്ലത് എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ചിലത് പറയും, ഇവിടെ ഇതൊക്കെ പഴയ സാധനങ്ങൾ, ഇതൊക്കെ വെട്ടിക്കളയണം എന്ന് പറയും. എന്നിട്ട് പറയും, ഇതുപോലെയൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ ചിലത് കാണിച്ചു തരും, ഇതുപോലെ എഴുതുമെന്ന് പറയും. അത് ഒരു വലിയ അനുഗ്രഹമാണ്. അവരെ പോലെയുള്ള ആളുകളൊക്കെ വായിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. ചുള്ളിക്കാട്, കുരീപ്പുഴ ശ്രീകുമാർ, നിശ്ചയമായും കുരീപ്പുഴ ശ്രീകുമാർ ഇതുപോലുള്ള കവികളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നതാണ് അയ്യപ്പ പണിക്കർ സാറ്. ഇവരെല്ലാം കൂടി ചേർന്ന് അയ്യപ്പ പണിക്കർ സാറിൻ്റെയും വിനയേന്ദ്ര സാറിൻ്റെ ഒരു പ്രത്യേകത, അവർ ഏത് കാലത്തെയും കവികളായിരുന്നു. ഏത് തലമുറയുടെ കൂടെയും അവർ നിൽക്കുമായിരുന്നു. അവർക്ക് അത് ആ ഒരു ഭാവബോധത്തിലേക്ക് അവർ പോയി, പല പരീക്ഷണങ്ങളിലേക്ക് പോയി. ഇവരെല്ലാം കൂടെ ചേരുന്ന ഒരു പൊരുൾ കുടമാണ് എൻ്റെ കാവ്യ സംസ്കാരം എന്ന് ഞാൻ പറയുള്ളൂ.